നിർണായകമായ വാർത്ത വരുന്ന മണിക്കൂർ. പഹൽഗാമിലെ 26 ജീവനുകൾക്ക് മറുപടിയായി തിരിച്ചടിച്ച് ഇന്ത്യ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പണിക്കൊന്നും പോയില്ലേ? ഇല്ലടാ പോയില്ല. ഇന്ന് വൈകിട്ട് എന്തൊക്കെ മോട്ടോർ ഓൺ ആക്കുമെന്ന് പറഞ്ഞില്ല, കാരണം പോയില്ല. എടാ മോട്ടറല്ല മോഡ്രില്ല്. പിന്നെ പണിക്ക് വരയ്ക്കാനുള്ള ഓരോ അടവുകളെ. അല്ല താനെന്താ കോളേജിൽ പോവാൻ? അവിടെ ഞാൻ വെളിപ്പോ ഒരു സ്വപ്നം കണ്ടാ കോളേജിൽ മിസൈൽ വന്ന് വേണ്ടി ഞാൻ മരിച്ചു പോകണം, വേറെ ആരും മരിക്കാനുള്ള. ഞാൻ പിന്നെ എന്തിനാ പോണം? ഇപ്പൊ നീ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ നീ മാത്രം ചാവുകയാണെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യും? എടാ ഇന്ത്യൻ ആർമിയുള്ള പിന്നെ നമ്മളെന്തിനാണ് പേടിക്കണത്? ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുമ്പല്ലേ ഒരു എന്തോ ഒരു ഇത് കഥല്ലേ അല്ലേ? അതെ അതെ, ഇതിന്റെ അവൻ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞല്ല, അത് ഇന്ത്യൻ ആന്റി എന്നല്ല. എടാ ഇവന്മാരോട് പോണ്ട രണ്ടും കൂടി അവിടെ പോകാനും കൂടി. എടാ നിങ്ങളൊന്നും അറിയില്ല, ഇന്ന് 4 മണിക്കാ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മന്തി പിടിച്ചു വെക്കാൻ വേണ്ടി പോയി. രാവിലെ 9 മണിക്ക് എവിടെയാടാ മന്തി? എടാ ഇന്ന് കടയൊക്കെ നേരത്തെ ഇറക്കൊണ്ട് മന്തിയൊക്കെ രാവിലെ റെഡി ആക്കിയിട്ടുണ്ട്. മന്തിയുടെ കാര്യം ഞങ്ങളെ പഠിപ്പിക്കല്ലേ? ആ പഠിപ്പിക്കല്ലേ. ഓംബ്ര എന്നാ ഞാനും എന്തായാലും പോയി വാങ്ങിച്ചു. അല്ലടാ ഈ മോഡലാണ് സംഭവം. ഫുഡൊക്കെ എന്തിനാ മേടിച്ചു വെക്കുന്നത്? എടാ അതറിയത്തില്ലേ, ഭക്ഷണം പോയിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ലൈറ്റ് ഇട്ട സ്നൈപ്പർ അടിപൊളി. ഗെയിം കളിക്കാല്ലോ. ആ ഇരുന്ന് കാളി മിസൈല് വല്ലം വരടാത്തിരുന്ന് പൊട്ടം മതിയാവും. ഇരുട്ടത്തിരിക്കണമെന്ന് പറഞ്ഞേക്കണം. അപ്പൊ അതാണിപ്പോ വീട്ടിലൊക്കെ പറഞ്ഞത് 4 മണിയാകുമ്പോ സൈറൻ അടിക്കുന്നില്ല. അത് ഇതായിരിക്കും സംഭവം. ആ മൊത്തത്തിൽ സീന. എപ്പോഴാ പണി കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ഇരുട്ടത്ത് ഇരിക്കണം. എടാ സൈറ 10 മണി ചൂടാ.